പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മൂന്നാം ബുധനാഴ്ച ശാലോമിൻ്റെ ബെനഫാക്ടേഴ്സിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ ഉയരുന്ന ദിനമാണ്. ഇന്ന് പ്രഭാതം മുതൽ ഈ സായാഹ്നം വരെ ശാലോമിൻ്റെ ചാപ്പലിൽ SPF അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആരാധനകൾ നടക്കുകയായിരുന്നു. ഇതിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ ഒരുമിച്ച് ഈശോയെ ആരാധിക്കുകയും ഈശോയുടെ മുൻപിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തിക്കും ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, പാവപ്പെട്ട ഒരു കുടുംബത്തെ സഹായിക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തിക്കും ഈശോ വിലമതിക്കുന്നു, നമുക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ള കാരുണ്യ പ്രവൃത്തി ഒരാത്മാവിനെ രക്ഷിക്കാൻ, ഒരാത്മാവിനെ നേടിയെടുക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യത്തിനും മറ്റെല്ലാ കാരുണ്യ പ്രവൃത്തികളെക്കാളും വലിയ വില ദൈവം നൽകുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം നമ്മളിങ്ങനെ കാണുന്നു: അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ശാലോം ശുശ്രൂഷയോട് ചേർന്ന് നമ്മൾ ഓരോ നിമിഷവും അനേകം ആത്മാക്കളെ ഈശോയുടെ സുവിശേഷം നൽകി രക്ഷിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ നാളുകളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള എല്ലാ ഭാരങ്ങളും എല്ലാ പ്രതിസന്ധികളും ഈശോയുടെ മുൻപിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്ക് പ്രത്യേകം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ അരികിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാം. അങ്ങേ പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേ പോലെൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നിൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. 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 നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ ഈശോയെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. നമ്മുടെ ഇരുകരങ്ങളും ദൈവസന്നിധിയിൽ തുറന്നു പിടിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ സ്വകാര്യ മുറികളിലേക്ക്, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈശോയെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ മഹത്വവും ആരാധനയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ സ്നേഹപൂർവ്വം ഒന്ന് ക്ഷണിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിത നമ്മളെ സന്ദർശിക്കാൻ, നമ്മളെ ബലപ്പെടുത്താൻ നമ്മുടെ മുൻപിലേക്ക് പരിശുദ്ധ കുർബാനയായി ഇറങ്ങി വന്നിരിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന.
അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊത്തിരി സ്നേഹത്തോടെ ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും എത്തണമെന്ന ആഗ്രഹത്തോടെ അനേക നാളുകളായി ശാലോം മിനിസ്ട്രിയോട് ചേർന്ന് സുവിശേഷം പങ്കുവയ്ക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിന്ന് വചനത്തിലൂടെ കേട്ടു, നീതിയിലേക്കൊരു വ്യക്തിയെ നയിക്കുന്നവനെ ഈശോ വളരെയധികം സ്നേഹിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ അനേകം ആത്മാക്കളെ നേടുകയാണ് ഈശോയുടെ സുവിശേഷത്തിലൂടെ. ഈശോ നമുക്ക് ഈ ഭാഗ്യം നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവ് ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് രൂപം കൊടുത്തതിനെ ഓർത്ത്, നമ്മുടെ ജീവിതത്തെ ഈ ശുശ്രൂഷയോട് ചേർത്ത് വെച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പ്രതിസന്ധികളും രോഗങ്ങളും ഉള്ളപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും കർത്താവിൻ്റെ സുവിശേഷം അനേകർ വ്യക്തികൾ അറിയണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ ഈ നാളുകളിൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഈശോയുടെ മുൻപിൽ വലിയ വിലയുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളുള്ളപ്പോഴും എൻ്റെ കുടുംബത്തിൽ രോഗികളുള്ളപ്പോഴും ഞാൻ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകം ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ ഈശോ ഈ നാളുകളിൽ നമ്മളെ നയിച്ചു. ഈശോയ്ക്ക് നന്ദി പറയാം. ഇതെല്ലാം ഈശോ നൽകുന്ന കൃപയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ശാലോമിൻ്റെ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട, രക്ഷ പ്രാപിച്ച ഓരോ വ്യക്തിയെയും പ്രതി ഈശോയുടെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. നമ്മുടെ റിവാർഡ് ഈ ഓരോ ആത്മാക്കളുമാണ്. കർത്താവിൻ്റെ സുവിശേഷം കേട്ട് രക്ഷ പ്രാപിച്ച ഓരോ ആത്മാവിനെ പ്രതിയും ഈശോ നമ്മളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കും. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. ഈശോയെ, ഈ ശുശ്രൂഷയിലൂടെ ഓരോ സെക്കൻഡും അവിടുന്ന് അനേകം വ്യക്തികളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും സമർപ്പണവും അനേകരുടെ ആത്മരക്ഷയ്ക്ക് അവിടുന്ന് കാരണമാക്കുന്നു. കർത്താവ്, ഈ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ഒരു കുഞ്ഞു സമർപ്പണത്തെ, ഞങ്ങളുടെ ഒരു കുഞ്ഞു പ്രാർത്ഥനയെ ഈശോയെ അമൂല്യമായി അങ്ങ് കാണുന്നു. അങ്ങത് കരങ്ങളിലെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അനേകായിരങ്ങൾക്ക് നൽകുന്നു. കർത്താവെ, സുവിശേഷത്തെ പ്രതി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിക്കാം. യേശുവെ ആരാധന, ഈശോയെ നന്ദി. കർത്താവ് നമ്മളെ അവിടുത്തെ വചനത്തിനായി ഉപയോഗിക്കുന്നു. അനേകം ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയോട് നമ്മളെ പേര് ചേർത്ത് നിർത്തി നമ്മുടെ കുടുംബത്തെ സുവിശേഷ വ്യാപനത്തിനായി ഉപയോഗിക്കുന്നു. ഈശോയെ, ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ ഈ വിളിയെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ മഹത്വത്തോടെ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിലേക്ക് ശക്തമായി കടന്നു വരണമേ. ഈശോയെ, ഞങ്ങളുടെ നിലവിളികൾ കേൾക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പണമേ. ഈശോയെ, നമുക്ക് ഹൃദയം തുറന്ന് ഈശോയെ ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ തന്റെ സ്നേഹം ഒഴുക്കുന്ന നിമിഷമാണിത്. നമ്മുടെ വ്യക്തി ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളെ ഈശോ അനുഗ്രഹിക്കും. ഈശോയുടെ മുൻപിൽ നമുക്ക് വലിയ വിലയുണ്ട്. അവൻ നമുക്ക് പ്രതിഫലം നൽകും. ഈശോയെ നന്ദി, ആരാധന. ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറന്ന് നന്ദിയോടെ ഈശോയെ ആരാധിക്കാം. ഈശോയെ വിളിച്ചപേക്ഷിക്കാം. കർത്താവ് ശക്തനായ ദൈവമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ നിയോഗങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും
എല്ലാ ഹാലേലൂയായും എൻ്റെ യേശുവിന്. ഈശോയുടെ മുൻപിൽ നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രാർത്ഥനകളും ഉയർത്താം. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് നമ്മളെ ഈശോ തൊടാനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നിയോഗങ്ങളും ഈ പ്രാർത്ഥനയോട് ചേർത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇത് ഈശോ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഇടപെടാൻ ഈശോ നമുക്ക് വേണ്ടി തന്ന സമയമാണ്. വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ ഈശോ നമുക്ക് ഉത്തരം നൽകും. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ശാന്തമായി ഇരുന്ന് നമ്മുടെ ഹൃദയ ഭാരങ്ങൾ ഈശോയുടെ മുൻപിലേക്ക് സ്നേഹത്തോടെ സമർപ്പിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ശാലോമിൻ്റെ എല്ലാ സഹകാരികൾക്കും വേണ്ടി ഒരുക്കുന്ന ഈ ആരാധനയിൽ ഈ ആഴ്ചകളിൽ വന്ന ഒരുപാട് പ്രാർത്ഥനാപേക്ഷകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ബിന്ദു എന്ന സഹോദരി, ആ സഹോദരി പ്രകാരം തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നത്: വിധവയായ ഞാൻ എൻ്റെ മകനെ കഷ്ടപ്പെട്ട് വളർത്തി. ചെറുപ്പത്തിലെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഏറെ കഷ്ടതയോടെയാണ് അവനെ വളർത്തിയത്. എന്നാൽ മകൻ ജോലി കിട്ടിയതിന് ശേഷം കുടുംബത്തിൽ അവനെന്നൊരു തലവേദനയാണ്. സ്വസ്ഥതയും സമാധാനമില്ല. പല രീതിയിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു. തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ഈ സഹോദരിയുടെ പ്രാർത്ഥനകളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, ഇതുപോലെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ മക്കളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും തെറ്റായ പ്രണയബന്ധത്തിൽ കുടുങ്ങിയും കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഈ ബിന്ദു എന്ന സഹോദരിയുടെ പ്രാർത്ഥനയോടൊപ്പം ഇതുപോലെ സമാനമായ പ്രാർത്ഥനകളെയും ദൈവം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മക്കളുടെ സ്വഭാവത്തെ ഓർത്ത്, സ്വഭാവത്തിൻ്റെ ദൂഷ്യ കാര്യങ്ങളെ ഓർത്ത് വേദനയോടെ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന ചോദിച്ച എല്ലാവരെയും ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, ഈ ആരാധനയിൽ, ഈ സായാഹ്നത്തിൽ അങ്ങയുടെ മക്കൾ ഒന്നിച്ച് അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കണമേ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവർക്ക് സുബോധം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സ് തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിവിട്ട് പോയ, കർത്താവിൽ നിന്നും വഴിമാറിപ്പോയ ജീവിതങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിനെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കളുടെയും കണ്ണുനീര് ഉയർത്തി ശാലോം പ്രാർത്ഥിക്കുന്നു. ശാലോമിന്റെ സഹകാരികളിൽപ്പെട്ട പ്രത്യേകമായി വഴിതെറ്റിപ്പോയ ജീവിതങ്ങൾ മാനസാന്തരത്തിലേക്ക് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വഴിയിലൂടെ അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് സമാധാനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിൽ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന സണ്ണി എന്ന ചേട്ടൻ്റെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മകൻ തൻ്റെ ബിസിനസ് എങ്ങോട്ട് നയിക്കണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ട് ശാലോമിലേക്ക് പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ആ മകൻ്റെ സ്വപ്നങ്ങളെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൻ്റെ അനന്തരത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മകൻ്റെ
ജോലി മാർഗത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവേ, അടഞ്ഞ വാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാസ ദേശത്ത് അധ്വാനിക്കുന്ന ആ മകൻ്റെ കൂടെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മകനെ പോലെ സുവിശേഷത്തിന് വേണ്ടി സമ്പത്ത് ദാനം ചെയ്യുന്ന മക്കളെ ഈ നിയോഗത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ വരുമാന മാർഗത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധം മൂലം, ജോലിയുടെ ഭാരം മൂലം, ശമ്പളം ലഭിക്കാത്തത് മൂലം, കരാറ് പ്രകാരമുള്ള ശമ്പളം തരാത്തത് മൂലം, കൊടുക്കാത്തത് മൂലം വിഷമിക്കുന്ന, ജോലി ഭാരത്താൽ വലയുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ പക്കലേക്ക് ചേർത്ത് വെക്കുന്നു. കർത്താവെ, അവിടുന്ന് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കണമേ, അവിടുന്ന് വഴി കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. കർത്താവെ, സമ്പത്തിന്റെ ഉടയവനായ അങ്ങ് അവിടുന്ന് അവർക്ക് ദാനമായി സമ്പത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബുദ്ധിമുട്ടത്തിലും ഈ ദാരിദ്ര്യത്തിലും സുവിശേഷത്തിന് വേണ്ടി പങ്കുവെക്കുന്ന ഈ മക്കളെ അങ്ങ് കാണാതെ പോകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അവരുടെ കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ മാറ്റമില്ലാത്തവനായ കർത്താവേ, അവിടുന്ന് ഈ മക്കൾക്ക് വേണ്ടി ഉത്തരമരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ 24 വർഷമായി ഓക്സിജൻ സിലിണ്ടറിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രം ജീവിക്കുന്ന പോൾ എന്ന സഹോദരൻ ഇന്ന് പ്രത്യേകമായി നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈശോയെ, പ്രത്യേകമായും ഈ മകൻ കഴിഞ്ഞ 24 വർഷക്കാലം അനുഭവിച്ച എല്ലാ സഹനങ്ങളുടെയും വേദനകളുടെയും നൊമ്പരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ, ഈ ദിനം ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രത്യേകമായി ഇന്ന് ആ മകനെ സന്ദർശിക്കണമേ. രോഗക്കിടക്കയിൽ അവിടുന്ന് ആ മകനെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു, ഇതുപോലെയുള്ള അനേക കിടപ്പ് രോഗികൾ ഇന്ന് വളരെയധികം ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ മുതൽ പലവിധ രോഗങ്ങളുടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ അനേക SPF അംഗങ്ങളുണ്ട്, അവരുടെ പ്രിയപ്പെട്ടവരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ഈശോ, എല്ലാവരെയും ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുമെന്ന തിരുവചനത്തോട് ചേർത്ത് എല്ലാ രോഗികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ സ്വർഗം തുറന്ന് അവരെ അവിടെ നിന്ന് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ ഓരോ രോഗികളുടെയും നേരെ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെ രാത്രി എല്ലാ മക്കളും സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയോട് കൂടെ ആയിരിക്കുവാന്, അങ്ങയുടെ ആശ്വാസം അനുഭവിക്കുവാന് ഈ ദിനം അവരെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. എല്ലാ രോഗികളെയും അവിടുന്ന് സന്ദർശിക്കണമേ കർത്താവേ. വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ട രോഗികളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവേ. വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ അടിമത്തത്തിലായിരിക്കുന്ന മക്കളെ ഈശോയെ അവിടെ നിന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് സ്നേഹത്തോടെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും മക്കളെയും നമ്മുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളെയും ഈശോയുടെ മുൻപിലേക്ക് ചേർത്ത് വയ്ക്കാം. ശാലോമിൻ്റെ
വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഓരോ പ്രാർത്ഥനകളിലും ശാലോമിൻ്റെ ഓരോ ബെനഫാക്ടേഴ്സിനെയും SPF അംഗങ്ങളെയും ഏജൻറ്റുമാരെയും പ്രത്യേകം സമർപ്പിച്ച് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഈശോ നമ്മളെ ഈ ശുശ്രൂഷയിലേക്ക് പേരു ചൊല്ലി വിളിച്ചത്, നമ്മളെ ഒരുമിച്ച് ചേർത്തത് കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കാനാണ്. ശാലോമിൻ്റെ ശുശ്രൂഷകരും ഓരോ SPF അംഗങ്ങളും ഏജൻറ്റുമാരും ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം നമ്മൾ ഈശോയുടെ മുൻപിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഈശോ ശക്തമായ പ്രവൃത്തികൾ ലോകത്ത് ചെയ്യും. നമുക്ക് ലോകം മുഴുവനെയും ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നിരന്തരം ശാലോം TV-യിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ശുശ്രൂഷകൾ, ദൈവവചന ശുശ്രൂഷകളെ സമർപ്പിക്കാം. ഓരോ പ്രോഗ്രാമുകളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇതുവരെ അങ്ങയെക്കുറിച്ച് കേൾക്കാത്ത, അങ്ങയുടെ വചനം കേൾക്കാത്ത വ്യക്തികളിലേക്ക് ഈ ശുശ്രൂഷ കടന്നു ചെല്ലട്ടെ. കർത്താവെ, മരിക്കുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ നിരാശകളിൽ വീണുപോയവർ കർത്താവിൻ്റെ വചനം കേട്ട് രക്ഷ പ്രാപിക്കട്ടെ. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർ ഈശോയുടെ വചനം കേട്ട് രക്ഷ പ്രാപിക്കട്ടെ. ഈശോയെ, അനേകം ആത്മാക്കളെ അവിടുന്ന് നേടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോയവരെ ബലപ്പെടുത്തണമേ ഈശോയെ. പുതിയ പുതിയ ശുശ്രൂഷകളും പുതിയ പ്രോഗ്രാമുകളും അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ച് നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ച ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും വലിയ ഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ലോകമെങ്ങും എത്തണം. എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണം. തിന്മയിൽ നിന്ന് ഓരോ ആത്മാവിനെയും ഈശോ കോരിയെടുക്കണം. യേശുവേ, ആരാധന, ആരാധന. കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഓരോ പാപിയെയും ഈശോ വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ഈശോയുടെ വിലയേറിയ രക്തത്താൽ ഓരോ വ്യക്തികളെയും ഈശോയെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ഈശോയെ, ആരാധന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി. ദൈവമേ, ആരാധന ഈശോയെ, ആരാധന. ശാലോം ബെനഫാക്ടേഴ്സിനു വേണ്ടി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 28 വരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ശാലോം മീറ്റിനെ ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇതിനോടകം ശാലോമിൻ്റെ വിവിധ മീഡിയകളിലൂടെ, ശാലോം ടൈംസിലൂടെയൊക്കെ ഈ സ്ഥലങ്ങളും ഡേറ്റുകളുമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സാധിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പങ്കെടുക്കുകയും ഈ ശുശ്രൂഷയിലൂടെ പുതിയൊരു അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ ഈ ലോകത്ത് സംഭവിക്കുവാൻ ശാലോം മീറ്റിനെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവ ശുശ്രൂഷകർ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ മിനിസ്ട്രിയെ ശക്തമായി ഉപയോഗിക്കുവാൻ, കേരളം മുഴുവൻ, ഇന്ത്യയുടെ ഇവാഞ്ചലൈസേഷന് വേണ്ടി ശാലോമിൻ്റെ വാതിലുകൾ ഈശോയെ വിസ്തൃതമാക്കുവാൻ, ശാലോമിൻ്റെ ശുശ്രൂഷകൾ വിസ്തൃതമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിൻ്റെ ഓരോ കോണിലേക്കും സുവിശേഷ മുന്നേറ്റങ്ങൾ സംഭവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ശാലോമിൻ്റെ ഹിന്ദി മിനിസ്ട്രികളും മിഷൻ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഈശോ തുറന്നു തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആരാധന, 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 ആരാധന എന്റെ നാഥ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധന, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഈശോ നമ്മളിലേക്ക് അവിടുത്തെ സ്നേഹമൊഴുക്കുന്ന നിമിഷമാണ്. കർത്താവ് സൗഖ്യം നൽകുന്ന നിമിഷമാണ്. ഈശോയെ ആരാധന, 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 ആരാധന എന്റെ നാഥ. നന്ദി, നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനായി നന്ദി, നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനായി
സ്നേഹത്തിനാ. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.